guys, and this is Who to See You on Kappa TV with me and Benjamin. And in Nammalur Pudhiya Sthalathaanu nikkunne. This is Olive Downtown in Kadavanthra. Town in Nadakkananu, signal, traffic signal, and all those things you can see it. So we're here to meet the chef. He's going to be a new person on the show. So let me go and find out where he is first. So let's go find out. We'll ask at the front desk where he is actually. So hi, where can I find the chef? Yeah, I'll just wait there. You can just ask him to come over. Yeah, sure. So they've asked us to wait, so I'll just wait there for him to come. I think he must be busy. There are a lot of foreigners and all that over here. I just saw them passing by and all that. So I'm going to wait for him. Chef there is a cake kept in the front lobby which says behind every small exhilarating bites there is a hardworking team with a great deal of passion. Have a delightful chef day. Olive Downtown. Hi. Hi. Anne. Faisal Bashir. Yeah. So tell us about this hotel. Our viewers are new to this hotel. Olive Downtown is the second venture for Olive Builders. Okay. We have 92 rooms. It's an upcoming 5-star property. It's not at classified. It's a 5-star property. And we're having 3 restaurants. So one is Afghan Afghan under flat we have all these posters kept. Yes, Afghan under pinne Olivia 24/7 buffet restaurant and coffee shop also. Pinne pool lunch and seafood grills restaurant. So that's not at open. Now we have Afghan and Olivia doing the operation. Okay. Now season ആണ് തോന്നുന്നല്ലേ അതിലോട്ട്. Season ആണ്. Afghan എന്ന് പറയുന്നത് നമ്മളൊരു ട്രഡീഷണൽ അറബിക് കബാബ്സ് ആൻഡ് ഗ്രിൽസ്. അത് എങ്ങനെ ടൈമിംഗ്സ് എങ്ങനെ ഈവനിംഗ്സ് ആണോ അതോ ഈവനിംഗ് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഡിന്നർ ഓപ്പറേഷൻസിൽ ഇറ്റ്സ് ലൈക്ക് എ ഗ്രിൽ റൂം. Guests can come and ask for their things. ആവശ്യമുള്ളവർക്ക് ഗ്രിൽ ചെയ്യാം. So you have a choice now. We're giving you a choice of coming and having some Afghan food if you're really fond of it. Yeah, sure. So നമ്മൾ അടുത്ത നെക്സ്റ്റ് ഷോയിൽ നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിലെല്ലാം പോയി യു ക്യാൻ എക്സ്പ്ലെയിൻ അബൌട്ട് ഈച്ച് റെസ്റ്റോറൻറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ഇന്ന് ഐ വിൽ ടെൽ യു നമ്മളിന്ന് പോകുന്ന വീടിൻ്റെ പേര് മീര എന്നാണ്. മീരയുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. പുള്ളിക്കാരത്തി ഒരു ബേക്കറാണ്. ക്ലാസ്സസ് എടുക്കാറുണ്ട്, ബേക്കിംഗ് ക്ലാസ്സസ്. ആൻഡ് ഷി ഹാസ് എ ഫേസ്ബുക്ക് പേജ് നെയിംഡ് മീരാസ് കിച്ചൺ. അപ്പം നമ്മൾ അവിടെയാണ് പോകുന്നത്. യാ, അപ്പം നമ്മൾ അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഷെഫ് പോയി ഷെഫിൻ്റെ കിറ്റ് എടുത്തോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. പറഞ്ഞില്ലേ, ഇത് ഷെഫ് ഓലിവ് ഡൗൺ ടൗണിൽ നിന്നാണ്. ഞങ്ങളകത്തേക്ക് വിളിക്കൂ, കമോൺ വിളിക്കൂ. അപ്പം ഓക്കെ. സോ ഇതാണ് മീര, ഇതാണ് മനോജ്. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു എന്തൊക്കെയാ ചെയ്യുന്നത്. മീര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെ ബോർഡിങ്ങും അല്ലേ, ബിസിനസിനെ കുറിച്ച് അഡ്വർടൈസിംഗ് ബിസിനസ്, ഹോർഡിംഗ്സിന്റെ ന്യൂസ് പേപ്പർ, ടിവി, റേഡിയോ അഡ്വർടൈസ്മെന്റ്സ്. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഒരു അഡ്വർടൈസ്മെന്റ് കിങ് ആണ്. അടുത്ത ഇതാണ് മെയിൻ ആള് കേട്ടോ, മീരാസ് കിച്ചൺ. അത് തന്നെ, മീരാസ് കിച്ചൺ. ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്ക് പേജൊക്കെ. ഞാൻ ഇപ്പം വെളിയിൽ നിന്ന് പറയാറ് മീരയ്ക്ക് 3 പിള്ളേരുണ്ട്, യങ് ആണെങ്കിലും 3 പിള്ളേരുണ്ട് എന്നൊക്കെ പറയുന്നത്. 3 പിള്ളേരുണ്ട്, സ്റ്റിൽ യങ്. ആണല്ലേ, നല്ലതാണ്. മനസ്സിന്റെ ചെറുപ്പം എപ്പോഴും നല്ലതാണ്. അതിന് നല്ല ഫുഡ് കഴിക്കണം. ഫുഡ് ഹാബിറ്റ്സ്. ഷീസ് എ വെരി ഗുഡ് കുക്ക്. ഷീസ് എ കുക്ക്, ഷീ ബേക്സ്, ക്ലാസ് എടുക്കാറുണ്ട്. ഇനി വേറെ എന്തൊക്കെ ചെയ്യുന്നു മീര, പറ. ആക്ടിവിറ്റീസ്. പ്രൊഫഷണലി ഐ എം എ ബേക്കർ. അതാണ് എൻ്റെ പാഷൻ, ഹാസ് ബിക്കം പ്രൊഫഷൻ. കുക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ചെറുപ്പം പോലെ. അങ്ങനെ എല്ലാ ഡിഷസും ചെയ്യും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മി നല്ലൊരു ബേക്കിംഗ് സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ ബേക്കിങ്ങിലൊക്കെ തിരിഞ്ഞു. ഇപ്പോൾ കൂടുതൽ ബേക്കിംഗ് ആണ്, ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ഓർഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് നിങ്ങൾ വന്നിട്ടുണ്ടോ ഒലിവിൽ വന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഫുഡ് ഹാബിറ്റ്സ് ആണ് നിങ്ങൾക്ക്? എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത് നോർമലി? ചേരെ തിന്നു, നാട്ടിൽ തിന്നു, നടുക്കണ്ട തിന്നണം എന്നുള്ളത്. ഓക്കെ, അത് നല്ലതാണ്. ഇഷ്ടമാണ്. ആണല്ലേ. നോർത്ത് ഫുഡ് ഇഷ്ടമാണ്.
ക്വാണ്ടിറ്റി എല്ലാം ഞാനിവിടെ എല്ലാം ഉണ്ടാക്കും. അങ്ങനെ ഒന്നിനും അങ്ങനെ കുറ്റം പറയാറില്ല. ഇപ്പം എനിക്ക് തന്നെ അറിയാം ചില ഡിഷസ് മോശമാണെന്നുള്ളത്. അപ്പൊ നെക്സ്റ്റ് ടൈം അതൊന്ന് അപ്പൊ നമ്മൾ ഹസ്ബൻഡിനൊക്കെ കൊടുക്കും. ഡിസപ്പോയിന്റ് ചെയ്യാറില്ല. ഞാൻ തന്നെ അല്ല അത് വേണം, അതാണ് നെക്സ്റ്റ് ടൈം ശരിയാക്കാം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഒട്ടും താമസിക്കുന്നില്ല, കിച്ചൺ കാണിച്ചു ഞങ്ങളെ അവിടെ. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരു പഞ്ചാം കാണില്ല, എന്തുവേണേലും നമ്മൾ ചെയ്യാം. പിന്നെ ഗസ്റ്റും ഉണ്ടാവും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് വെൽ എക്യുപ്ഡ്. ഓക്കേ പ്ലീസ്. ഓക്കേ പ്ലീസ് കം. എനിക്കറിയാം കിച്ചൺ എവിടാന്ന്, ഷെഫിനാന്ന് പറഞ്ഞോളാത്ത. So this is my art factory. Sure. Every creation Yes. is happening over here. From here. So the pain also happen here. Yeah. Okay. Then നമുക്ക് ഫ്രിഡ്ജിലേക്ക് നോക്കാം എന്തൊക്കെയല്ലെന്ന്. ഷെഫിനെ നോക്കിയോ എന്തൊക്കെയാ വേണ്ടത്. ഫുള്ളി പാക്ഡ്. ഫുള്ളി പാക്ഡാ. എനിക്ക് പണി തരാൻ വേണ്ടി മാത്രം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചെയ്ത എന്തിനും റെഡിയാണെന്ന്. വേലത്തിലൊന്നും നടക്കത്തില്ല എന്ന്. എന്താ ചെയ്യുക ഇതിനകത്ത്, അതാണ്. ഓക്കെ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. കുറച്ച് വെജും നോൺ വെജും മിക്സ് ചെയ്തിട്ട് കുറച്ച്. ഓക്കെ ഷുവർ. കഴിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അപ്പോൾ മീ ഒന്ന് ഫുൾ ബ്രേക്ക് എടുത്തോ, ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാം കിച്ചൺ. ഓക്കെ അതിന് പണ്ടേ റെഡിയാണല്ലോ അല്ലേ. സൂപ്പുണ്ട്, സാലഡായി, ഓക്കെ, പിന്നെ ഡ്രിങ്കായി, പിന്നെ ഒരു ക്രാബുണ്ട്. പക്ഷേ ക്രാബിന് ഒരു സംതിങ് ഗോസ് വിത്ത് ക്രാബിനോ. അപ്പോൾ ഒരു മെയിൻ എന്തെങ്കിലും വേണ്ട, ഇപ്പോൾ റൈസ് അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്റ്റേപ്പിൾ പോലെ കേരള സ്റ്റൈൽ ക്രാബ് കറി എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതുവരെ ക്രാബിൻ്റെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് ഞാൻ ക്രാബ്, കാന്താരി ക്രാബ്, അതായത് നമുക്ക് ചില്ലി മുളക് ക്രാബ് വറ്റിച്ചത് ട്രഡീഷണൽ നമ്മൾ ഹോട്ടലിൽ കൊടുക്കുന്നതാണ്. ഒരു കോക്കനട്ട് മിൽക്കിൽ കുക്ക് ചെയ്തിട്ട് അത് നല്ലൊരു പ്രിപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊന്ന് കൊടുക്കണം. അത് തന്നെ പുതിയത്. ഇടിയപ്പം വെള്ള കളറിലിരിക്കും. ക്രാബ് കറിയും യു ക്യാൻ ആഡ് സംതിങ് കളർ. നാച്ചുറലായിട്ട് എന്താ ഉള്ളത്, നമുക്ക് പാലക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളർ കിട്ടും. അല്ലെങ്കിൽ ബീട്രൂട്ട്. Okay, they're very good. So we'll add the beetroot juice and then we'll make the beetroot idiyappam. So this beetroot idiyappam goes well along with the white color crab curry. Colorful The color. ശരി, ഡൺ. So the color combination will be. സെറ്റ് ആണ് ഇപ്പോൾ. ഞാനും റെഡിയാണ്.